കൊച്ചി പനമ്പള്ളി നഗറിൽ നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് യുവതി ഒറ്റയ്ക്കാണെന്ന് പോലീസ്. ഇക്കാര്യത്തിൽ വീട്ടുകാർക്കടക്കം പങ്കില്ലെന്നാണ് നിലവിലെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. കേസിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതിയെ അറിയിക്കും. കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രസവിച്ച ഉടൻ കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴോട്ടിട്ടു. പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി. അതേസമയം യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം ആൺസുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി പ്രാഥമികമായി നൽകിയ മൊഴി. ഇന്നലെ രാവിലെ 8:20ഓടെയാണ് പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത്. സമീപവാസിയായ ജിതിൻ ഷിപ്പ്യാർഡിലെ സ്കൂളിൽ കുട്ടികളെ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് റോഡിൽ എന്തോ കിടക്കുന്നത് കണ്ടത്. ഒരു വാഹനം അവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോയെന്നും അത് കടന്നുപോകാൻ തന്റെ വാഹനം ഒതുക്കിയപ്പോഴാണ് റോഡിൽ കുഞ്ഞും കൊറിയർ പാക്കറ്റും കിടക്കുന്നത് കണ്ടതെന്നും ജിതിൻ പറയുന്നു. ഉടൻ പോലീസിനെ വിളിച്ചു. 8:45ഓടെ പോലീസും മാധ്യമപ്രവർത്തകരും സ്ഥലത്തെത്തി. പ്രഭാത നടപ്പുകാരും അത്യാവശ്യം ഗതാഗത തിരക്കുമുള്ള റോഡാണിത്. എന്നാൽ അവരാരും കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് 8 മണിയോടെ അടുപ്പിച്ചായിരിക്കാം സംഭവമെന്ന് പോലീസ് കണക്കുകൂട്ടി. ഇതിനിടെ സ്ഥലത്തെ കൗൺസിലർമാരായ അഞ്ജനയും ആന്റണി പൈനത്തറയും സ്ഥലത്തെത്തി. തുടർന്നാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ ദൃശ്യം ലഭിച്ചതാണ് കേസിൽ വേഗം തുമ്പുണ്ടാക്കാൻ കാരണം. സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ പടർന്നു കിടക്കുന്ന ചെടികൾക്കിടയിലൂടെ എന്തോ റോഡിലേക്ക് വീഴുന്നതാണ് ദൃശ്യത്തിലുണ്ടായിരുന്നത്. 8:11-നായിരുന്നു ഇത് സംഭവിച്ചത്. ഇതോടെ അപ്പാർട്ട്മെന്റിലെ ഏതോ ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് സംശയമുണർന്നു. 7 നിലകളുള്ള അപ്പാർട്ട്മെന്റിന്റെ റോഡിലേക്ക് തുറക്കുന്ന ഫ്ളാറ്റുകളിൽ പോലീസ് പരിശോധന നടത്തി. എന്നാൽ കൃത്യമായ തെളിവുകളൊന്നും ലഭ്യമായില്ല. ഇതിനിടെ രാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ വാഹനത്തെപ്പറ്റിയും അന്വേഷണം തുടങ്ങി. MLA-മാരായ TJ വിനോദ്, ഉമാ തോമസ് തുടങ്ങിയവരും ഇതിനിടെ സ്ഥലത്തെത്തി. DCP K സുദർശന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പോലീസും ഫോറൻസിക് ടീമും ഇൻക്വസ്റ്റ് നടപടികൾ തുടരവേ സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാംസുന്ദറും സ്ഥലത്തെത്തി. വൈകാതെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതായി വിവരം ലഭിച്ചു. പോലീസ് കേസിൽ പ്രതിയെ കണ്ടെത്തിയെന്ന് ഇതോടെ വ്യക്തമായി. ഇതിനിടെ യുവതിയുടെ ആരോഗ്യനിലയിൽ ഉമാ തോമസ് ആശങ്ക പ്രകടിപ്പിക്കുകയും വൈദ്യ ശുശ്രൂഷ നൽകുന്ന കാര്യം പോലീസുമായി സംസാരിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 12:50-ന് കമ്മീഷണർ പുറത്തുവന്ന് റോഡിൽ കുഞ്ഞു വന്ന് വീണ സ്ഥലം പരിശോധിച്ചു. 23 വയസ്സുള്ള യുവതി പ്രസവിച്ച കുട്ടിയാണിതെന്നും പരിഭ്രാന്തിയും പേടിയും നടുക്കവും വിട്ടുമാറാത്ത അവർ തന്നെ കുഞ്ഞിനെ താഴേക്കെറിഞ്ഞെന്ന് സമ്മതിച്ചെന്നും കമ്മീഷണർ പറഞ്ഞു. രാവിലെ 5 മണിയോടെയാണ് പ്രസവിച്ചത്. 3 മണിക്കൂറോളം കഴിഞ്ഞാണ് കുഞ്ഞിനെ താഴേക്കെറിഞ്ഞത്.